Hi dear students. ഈ ഫസ്റ്റ് മൊഡ്യൂളിലെ ഫസ്റ്റ് സെക്ഷനാണ് 5.3 കണ്ടിന്യൂറ്റി ഓൺ ഇന്റർവെൽസ്. അപ്പോൾ ആദ്യം ആയിട്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്താണ് എന്ന് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അത് ശരിക്കും ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് സെക്ഷനിലാണ്. അപ്പോൾ എന്താണ് കണ്ടിന്യൂറ്റിന്റെ ഡെഫിനിഷൻ എന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇഫ് ദ ഗ്രാഫ് ഓഫ് എ ഫംഗ്ഷൻ can be drawn without lifting your pen then the function is continuous. അങ്ങനെ ബ്രേക്കും ഷാർപ്പ് എഡ്ജ് ഒക്കെ വരാം, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല. the function has no break. ഇങ്ങനെയുള്ള ഫംഗ്ഷൻ this is not a continuous function. This is not the graph of a continuous function. Even this is not the graph of a continuous function. അപ്പൊ കണ്ടിന്യൂറ്റിക്ക് നമ്മള് പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. കാര്യമായിട്ട് നമ്മൾ പറഞ്ഞത്, നമ്മൾ ഡിഫൈൻ ചെയ്തത് ഈ ഡെഫിനേഷൻ ആയിരിക്കും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുക. എഫ് ഈസ് continuous at C if number 1 limit extends to C f of x6. രണ്ടാമത്തത് f of C x6. മൂന്നാമത്തെ കണ്ടീഷൻ limit extends to C f of x equal to f of C. അങ്ങനെയാണ് സാധാരണ നമ്മള് കണ്ടിന്യൂറ്റിന്റെ ഡെഫിനിഷൻ പറയാം. അല്ലെങ്കിൽ നമ്മൾ മൂന്നാമത്തെ കണ്ടീഷൻ മാത്രം വെച്ചിട്ട് പറയാം f is continuous at C if limit extends to C f of x equal to f of C. Now നമുക്ക് ലിമിറ്റിനുള്ള ഫോർമൽ ഡെഫിനിഷൻ പോലെ കണ്ടിന്യൂറ്റിക്ക് നമുക്കൊരു ഫോർമൽ ഡെഫിനിഷൻ ഉണ്ട്. അതാണ് ആദ്യം നമ്മൾ പറയുന്നത് ഡെഫിനിഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഡെഫിനിഷൻസ് ഓഫ് കണ്ടിന്യൂറ്റി നമ്മൾ മുകളിൽ പറഞ്ഞത് തന്നെ നമുക്ക് കണ്ടിന്യൂറ്റിന്റെ ഡെഫിനിഷൻ ആയിട്ട് പറയാം, പക്ഷെ ഇറ്റ് ഈസ് ഇൻഫോർമൽ ഡെഫിനിഷൻ. പക്ഷെ നമ്മൾ ഫോർമൽ ഡെഫിനിഷൻ ഓഫ് കണ്ടിന്യൂറ്റി രണ്ട് വിധത്തിൽ ഡിഫൈൻ ചെയ്യാറുണ്ട്. ആദ്യത്തെ ഡെഫിനിഷൻ എന്താണ്? F is continuous at C if for every epsilon greater than 0 there exists delta greater than 0 such that if mod x for all x such that mod x minus c less than delta mod f of x minus f of c less than നമ്മള് ശരിക്കും നമ്മള് സെക്കൻഡ് സെമ്മിൽ പഠിച്ച കാര്യമാണ്. എഫ് എന്നുള്ള ഫംഗ്ഷൻ സി എന്നുള്ള പോയിന്റിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ നമ്മൾ ഏത് എപ്സിലോൺ പോസിറ്റീവ് എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡെൽറ്റ ഉണ്ടാവും. such that if for all x such that mod x minus c less than delta mod x minus if x is a point satisfying this inequality then mod f of x minus f of c is less than epsilon. This is called the formal definition of continuity. എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും അർത്ഥം എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. രണ്ടാമത്തെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. രണ്ടാമത്തെ ഡെഫിനിഷൻ ഈസ് കോൾഡ് സീക്വൻഷ്യൽ ഡെഫിനിഷൻ ആണ്. സീക്വൻഷ്യൽ ക്രൈറ്റീരിയൻ ഫോർ കണ്ടിന്യൂറ്റി. ഇതും നമ്മൾ ഏകദേശം മനസ്സിലാക്കിയാണ്. കാരണം നമുക്കറിയാം ഇഫ് xn is a sequence converging to ax and f is a continuous function, f is a continuous function from a to r, or a is a subset of r. xn are sequence with xn belongs to a, അതായത് for all n belongs to സീക്വൻസിലെ മുഴുവൻ ടേമും എയിലുള്ള ആളുകളാണ്. റൈറ്റ്? സീക്വൻസിലെ മുഴുവൻ ടേമും ആറിന്റെ സബ്സെറ്റ് ആയിട്ടുള്ള എയിലുള്ള എലിമെന്റ്സ് ആണ്. xn എന്നുള്ള സീക്വൻസ് x belongs to r ലേക്ക് കൺവേർജന്റ് ആണ്. f is a continuous function, then we can say that f of xn converges to f of x.
ഇതിന്റെ കോൺവേഴ്സ് എന്തായിരിക്കും? ഇത് തിരിച്ചു വെച്ച് എങ്ങനെ പറയാം? ഇത് തിരിച്ചു വെച്ചാല് അത് എഫ് കണ്ടിന്യൂസ് ആണെങ്കിൽ ഇത് സാറ്റിസ്ഫൈ ചെയ്യും എന്നുള്ളതിന് പകരം ഇതിനെ നമുക്ക് എന്താ പറയാ ഒരു ഡെഫിനിഷൻ ആക്കി കൺവേർട്ട് ചെയ്യാം. That is if f from A to R, A subset of R, let f from A to R, A subset of R, and C be a point. Now f is continuous at A, f is continuous at A if for every sequence for every sequence xn in A that converges to C, f of xn converges to C. അത് ഏത് A എന്നുള്ള സെറ്റിലെ ഒരു പോയിന്റ് ആണ് C എങ്കിൽ C എന്നുള്ള പോയിന്റില് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെങ്കിൽ കണ്ടീഷൻ C എന്നുള്ള പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുന്ന ഏത് സീക്വൻസ് എടുത്താലും അതിന്റെ ഇമേജ് കൺവേർജസ് ടു ദ ഇമേജ് ഓഫ് C. സീക്വൻസിന്റെ ഇമേജ് ഈ കൺവേർജ് ചെയ്യുന്ന പോയിന്റിന്റെ ഇമേജിലേക്ക് എങ്ങോട്ട് കൺവേർജ് ചെയ്യണം. Then we say that f is continuous. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഇല്ലസ്ട്രേറ്റ് ചെയ്യാം. നോക്കാം. Let h of x equal to x square, x belongs to 0, 1. ഒരു ചോദ്യം, x അല്ലെങ്കിൽ h of x സീറോയിൽ കണ്ടിന്യൂസ് ആണോ? സീറോയിൽ കണ്ടിന്യൂസ് ആണോ നോക്കാൻ നമ്മൾ സീക്വൻഷ്യൽ ക്രൈറ്റീരിയൻ വെച്ചിട്ട് നോക്കാം. അപ്പൊ എന്താണ് വേണ്ടത്? നമ്മളുടെ c എന്ന് പറയുന്നത് അവിടെ 0 ആണ്. ആദ്യം നമ്മൾ സീറോയിലേക്ക് കൺവേർജ് ചെയ്യുന്ന ഏത് സീക്വൻസ് എടുത്താൽ സീറോയിലേക്ക് കൺവേർജ് ചെയ്യുന്ന ഒരു സീക്വൻസ് പറഞ്ഞേ 1/n കൺവേർജസ് ടു 0 ആണ്. 1/n എന്ന് പറയുന്ന സീക്വൻസിലെ മുഴുവൻ ടേമും ഈ പോയിന്റ്, ഇതാണ് നമ്മളുടെ A എന്നുള്ള സെറ്റ്. ഈ പോയിന്റിലെ 1/n എന്നുള്ള സീക്വൻസിലെ എല്ലാ എലമെന്റും ഈ A യിലുള്ളതാണ്. ഓൾസോ 1/n converges to 0. Now what is f of 1/n? f of 1/n, f of x, sorry, f അല്ല ഇവിടെ h ആണ്. What is h of 1/n? h of x equal to x square, h of 1/n equal to 1/n whole square, 1/n square. What about the convergence of 1/n square? That also converges to 0. Now 0 is h of 0. What is h of 0? 0 square is equal to h of 0. That is 1/n converges to 0 implies h of 1/n converges to h of 0. Therefore h is a continuous function. That is our conclusion. Also ഇത് ഈ ഒരു നമ്മൾ 1/n എന്നുള്ള ഒരു സീക്വൻസ് ആണ് എടുത്തത്. Let an be any sequence converging to 0. Then h of an must converge to h of 0 is 0. ഇതാണ് നമ്മൾ പറയാൻ, ഇതാണ് സീക്വൻഷ്യൽ ക്രൈറ്റീരിയൻ ഫോർ കണ്ടിന്യൂറ്റി. ഇനി നമ്മൾ പറയാൻ പോകുന്നത് what is a bounded set? I mean f is said to be bounded function. What is a bounded function? നമ്മൾ ഈ ഫങ്ഷൻസിനെ കുറിച്ച് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫംഗ്ഷന്റെ ബൗണ്ടഡ്നെസ്. നമുക്ക് ഒരു സെറ്റ് ബൗണ്ടഡ് ആണെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. ഒരു ഫംഗ്ഷൻ എങ്ങനെ ബൗണ്ടഡ് ആണെന്ന് പറയാം നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു f of x equal to x square എടുക്കാം. X belongs to closed interval 0 to 1. Now what is the image set of this? അല്ലെങ്കിൽ
ഈ സെറ്റിലെ ഓരോ ഫംഗ്ഷന്റെ ഓരോ വാല്യൂസ് എടുക്കുക, അതാണ് ഫംഗ്ഷന്റെ വാല്യൂസ്. അത് ഫംഗ്ഷന്റെ ഇമേജ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് 0 to അത് 0 മുതൽ 2 വരെയുള്ള നമ്പേഴ്സ് സ്ക്വയർ ചെയ്ത് നമുക്ക് കിട്ടാം 0 4 എന്നുള്ള സെറ്റ് ആണ് കിട്ടുക. ദാറ്റ് ഈസ് f of 0 to f of entire domain f of t is our concept. അപ്പൊ ഒരു ഫംഗ്ഷൻ ബൗണ്ടഡ് ആണെന്ന് പറഞ്ഞാല് ആ സെറ്റിന്റെ എന്താ പറയാ റേഞ്ച് അല്ലെ, റേഞ്ച് സെറ്റ്, റേഞ്ച് ഓഫ് എഫ് അല്ലെ, റേഞ്ച് ഓഫ് എഫ് ഈസ് ബൗണ്ടഡ് എന്ന് പറയാം. അല്ലെങ്കിൽ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഡെഫിനിഷൻ, അതുകൊണ്ട് നമ്മൾ ഡെഫിനിഷൻ പറയാൻ പോവാണ്. ഡെഫിനിഷൻ f from a to r is bounded on a if there exists m greater than or equal to 0, m strictly greater than 0, such that mod f of x less than or equal to m for all x belongs to a. That is, ഈ ഫംഗ്ഷന്റെ എല്ലാ വാല്യൂന്റെയും അബ്സല്യൂട്ട് വാല്യൂ എടുത്താൽ, ഫംഗ്ഷന്റെ വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എഫ് ഓഫ് നമ്മളിവിടെ പറഞ്ഞ എഫ് ഓഫ് 0, എഫ് ഓഫ് 1, എഫ് ഓഫ് 0.1, എഫ് ഓഫ് 0.001, അങ്ങനെ ഏത് വാല്യൂ എടുത്താലും ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ഫിക്സ്ഡ് പോസിറ്റീവ് കോൺസ്റ്റന്റ് and the function is said to be bounded. Okay. For example നോക്കുക. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഫംഗ്ഷൻ ബൗണ്ടഡ് ആണ്, കാരണം ഏത് നമ്പറിന്റെ സ്ക്വയർ എടുത്താലും 0 നും 2 നും ഇടയിൽ, ഏത് നമ്പറിന്റെ സ്ക്വയർ എടുത്താലും 0 നും 4 നും ഇടയിലാണ്. Therefore we can fix m as if f of x equal to x square, x belongs to 0 to, we can say that mod f of x is that of, right? Therefore f is bounded. But if f of x equal to 1 by x, x belongs to open 0 infinity, what about the image set 1 by 100, 1 by 1000? Okay, ഇനി 0 അടുത്തേക്ക് വന്നെന്താവും, right? 0 അടുത്തേക്ക് വന്നാൽ 1 by 0.01, 1 by 0.01 ആണ് 100 ആയി, 1 by 0.001. അപ്പോ this mod f of x less than or equal to m എന്ന് പറയുന്ന ഒരു m നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. Therefore this function is not bounded. ഇപ്പോ അപ്പൊ എപ്പോഴാണ് ബൗണ്ടഡ് ആവുക, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ എപ്പോഴാണ് ബൗണ്ടഡ് ആവുക എന്നുള്ളത് പറയാൻ നമ്മൾ ബൗണ്ടഡ്നെസ് തിയറം പറയണം. Let I equal to closed a b be a closed and bounded interval. And let f from I to R be continuous on I, then f is bounded on I. എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ ബൗണ്ടഡ് ആണെന്ന് പറയാനാണ് പറയുന്നത്, എപ്പോഴാണ് I equal to closed a b is a closed and bounded interval and f from I to R is continuous on I, then f is bounded on I. അപ്പൊ ഇന്റർവെൽ ക്ലോസ്ഡ് ആവണം. അപ്പൊ മുകളിൽ കണ്ടോ ഓപ്പൺ ഇന്റർവെൽ 0 ഇൻഫിനിറ്റി പറഞ്ഞാൽ this interval is not closed. So f I equal to closed a b closed and bounded ആവണം, closed and bounded ആവണം, and f is
continuous on I, then f is bounded on I. ഇത് എക്സാമിന് ചോദിക്കാൻ സാധ്യത കാരണം പേരിൽ തീരം സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ബൗണ്ടഡ്നെസ് തിയറം എന്ന് പറഞ്ഞിട്ട് എക്സാമിന് ചോദിക്കാൻ സാധ്യത. അപ്പൊ സ്റ്റേറ്റ്മെന്റും മെമ്മറൈസ് ചെയ്യണം. അപ്പോൾ ഇതിന്റെ പ്രൂഫ് എന്ന് പറഞ്ഞാല് നമ്മള് കോൺട്രഡിക്ഷൻ വെച്ചിട്ടാണ് പ്രൂവ് ചെയ്യണം. We prove the result by contradiction. Suppose f is not bounded on I. That is our assumption. നമ്മൾ എഫ് ബൗണ്ടഡ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? നമ്മുടെ ഹൈപ്പോത്തസിസ് ഒക്കെ ശരിയാവുന്നുണ്ട്, പക്ഷെ എഫ് ബൗണ്ടഡ് അല്ല. അപ്പൊ അങ്ങനെ അസ്യൂം ചെയ്താൽ നമുക്കൊരു കോൺട്രഡിക്ഷൻ കിട്ടും. അത് വെച്ചിട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ എഫ് ബൗണ്ടഡ് അല്ല എന്ന് അസ്യൂം ചെയ്യാം. എഫ് ബൗണ്ടഡ് അല്ല എന്ന് അസ്യൂം ചെയ്താല് എം എന്ന് പറഞ്ഞൊരു സംഭവം എക്സിസ്റ്റ് ചെയ്യൂല. എം എന്ന് പറയുന്ന ഒരു നമ്പറിനെ നമുക്ക് കിട്ടൂല. എന്ന് പറഞ്ഞാല് ഏതെങ്കിലും ഒരു എമ്മിന് എല്ലാ എഫ് ഓഫ് എക്സും ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? എഫ് ഇസ് ബൗണ്ടഡ് എന്ന് പറയും. അപ്പൊ അങ്ങനെ ഒരു എം ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എമ്മിന് വൺ. അപ്പൊ നമ്മള് സാധാ ലോജിക്കില്ല, എം വൺ ആയ പറ്റൂ. എം വൺ ആയാല് മോഡ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൺ ആവോ? ആണെങ്കിൽ എന്തായി? എഫ് ബൗണ്ടഡ് ആയില്ലേ? അപ്പൊ എം വൺ ആണെങ്കിൽ മോഡ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൺ ആവുന്ന ഒരു എക്സ് എങ്കിലും ഉണ്ടാവും. റൈറ്റ്? മോഡ് എഫ് ഓഫ് എക്സ് ഒരു എക്സിനെങ്കിലും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൺ ആവും. കാരണം എല്ലാ എക്സിനും മോഡ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൺ ആയാൽ എല്ലാ എക്സിനും മോഡ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൺ ആയാൽ എഫ് ഇസ് ബൗണ്ടഡ് ആയി. അപ്പൊ എഫ് ഇസ് നോട്ട് ബൗണ്ടഡ് മീൻസ് എഫ് ഓഫ് എക്സ് മോഡ് എഫ് ഓഫ് എക്സ് cannot be less than or equal to 1 for every x belongs to I. Now, there exists x belongs to I. There exists x belongs to I. നമ്മൾ x1 belongs to I such that mod f of x1 less than or greater than or equal to 1. Greater than or equal to അല്ല, less than or equal to അല്ല എന്ന് പറഞ്ഞാൽ strictly greater than ആണ്, equal to 1. സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ ആണെന്നാണ് അർത്ഥം. റൈറ്റ്? അപ്പോ അതേപോലെ ഇനി m2 ആയാൽ എന്താണ് വരിക? അപ്പോ അതേപോലെ there exists x2 belongs to I such that mod f of x2 greater than 2. കാരണം f of x cannot be bounded by 1, mod f of x cannot be bounded by 2, etc. We can continue like this. We may continue like this. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ കിട്ടും there exists xn belongs to I such that mod f of xn greater than n. അവിടെ കഴിയോ? xn plus 1, that is there exists xn belongs to I such that mod f of xn greater than n for every n belongs to n. അത് ഇവിടെയും കഴിയില്ല. xn plus 1 വരും, xn plus 2 വരും, x100ഉം x1000ഉം അങ്ങനെ നാച്ചുറൽ നമ്പറിന്റെയും അത്രയും എക്സുകളെ നമുക്ക് കാണാൻ പറ്റും. എങ്ങനെ? എമ്മിന് 1 കൊടുത്ത ഫംഗ്ഷന്റെ ബൗണ്ട് 1 അല്ല എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഏതോ ഒരു പോയിന്റിൽ 1നേക്കാളും കൂടുതലാവും. ആ എലമെന്റ് നമ്മൾ x1 എന്ന് വിളിച്ചു. അതുപോലെ 2 അല്ല ബൗണ്ട്, ഫംഗ്ഷന്റെ വാല്യൂ 2നേക്കാളും കൂടുതലാവുന്ന ഒരു എക്സ് എങ്കിലും ഉണ്ട്, നമ്മൾ x2 എന്ന് വിളിച്ചു. റൈറ്റ്?
അപ്പൊ അങ്ങനെ നമുക്ക് പോയിന്റ്സ് കാണാൻ കഴിയും. അതാണ് നമ്മുടെ ഫസ്റ്റ് ആർഗ്യുമെന്റ്. അപ്പോൾ ജനറൽ ആയിട്ട് നമുക്ക് എന്ത് പറയാം? There exists for n belongs to n, for every n belongs to n, there exists xn belongs to I, such that mod f of xn greater than n. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ആർഗ്യുമെന്റ്. ഓക്കെ, നൗ ഇപ്പോ then x1 x2 എക്സെട്ര xn എക്സെട്ര എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സീക്വൻസ് ഉണ്ടായി നമുക്ക്. there exists ശരിക്ക് there exists a sequence xn in I. ഈ xn എന്തായി മാറി? സീക്വൻസ് x1 x2 xn എക്സെട്ര എന്ന് തുടരുകയാണ്. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഒരു സീക്വൻസ് കൺസ്ട്രക്റ്റഡ് ആയി. ആൻഡ് ഇനി the sequence xn belongs to I, the terms of the sequence belongs to I is a closed and bounded interval. Why? I equal to AB is a closed and bounded interval. Therefore, what we can say, xn is a bounded sequence. Bounded sequence ന് എന്തെങ്കിലും പ്രോപ്പർട്ടി ഓർമ്മയുണ്ടോ? ബൗണ്ടഡ് സീക്വൻസിന്റെ പ്രോപ്പർട്ടിയാണ് ബോൾസാനോ-വെയർസ്ട്രാസ് തിയറം. ഓർമ്മയുണ്ടോ ബോൾസാനോ-വെയർസ്ട്രാസ് തിയറം എന്താണ്? By Bolzano-Weierstrass theorem, there exists a subsequence where every bounded sequence has a convergent subsequence എന്നാണ് Bolzano-Weierstrass theorem. There exists a subsequence xn of xn such that xnr is convergent. That xnr converges to some x, right? Now ഈ xnr xn കൺവേർജന്റ് ആയിക്കോളണമെന്നില്ല, പക്ഷെ ബൗണ്ടഡ് സീക്വൻസിന് കൺവേർജന്റ് സബ്സീക്വൻസ് ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് xnr converges to x, and that xnr is a sequence in a closed and bounded interval. Therefore, since I is closed, the limit belongs to I. അതുകൊണ്ടാണ് നമുക്കറിയാം ക്ലോസ്ഡ് ഇന്റർവൽ എ ബി എന്നുള്ള ഇന്റർവെല്ലിലെ ഒരു സീക്വൻസ് xn എടുത്താല് അതിന്റെ ലിമിറ്റ് മേക്കും ബിക്കും ഇടയിലാണ് വരാന്നറിയാം. അപ്പൊ ഈ ഇന്റർവെല്ലില് ഒരാൾ തന്നെ ആയിരിക്കും ലിമിറ്റ്, റൈറ്റ്? അപ്പൊ ഈ സീക്വൻസ് എക്സിലേക്കാണ് കൺവേർജ് ചെയ്യണമെങ്കിൽ ഈ സീക്വൻസ് ക്ലോസ്ഡ് എ ബിയിലായതുകൊണ്ട് ഇതിന്റെ ലിമിറ്റും ഇതിലെ ഒരു പോയിന്റ് ആയിരിക്കും. അപ്പൊ ഐ ക്ലോസ്ഡ് ആയതുകൊണ്ട് എക്സ് ബിലോങ്സ് ടു ഐ എന്നാണ്. Now, since f is continuous, f is a continuous function, right? Why? Theorem noka I equal to closed AB, closed and bounded f from I to R is continuous on I. Well, since f is continuous, xnr converges to x implies f of xnr converges to f of x, right? Therefore, f of xnr is convergent. അതാണ് നമ്മൾക്ക് പ്രാധാന്യം. f of x ലേക്ക് convert, therefore f of xnr is convergent. Now we have a boundedness theorem there. If f of x, if a sequence is convergent, then it is bounded. That is f of xnr
the sequence f of x in R is bounded. നമ്മുടെ സീക്വൻസിലെ ബൗണ്ടഡ്നെസ് തിയറം പ്രകാരം കൺവേർജന്റ് സീക്വൻസ് ആർ ബൗണ്ടഡ്. എന്താണ് ബൗണ്ടഡ്നെസ് തിയറം ഓഫ് സീക്വൻസ്? അപ്പൊ എന്താണ് നമുക്ക് കിട്ടിയ എഫ് ഓഫ് എക്സ് എൻ ആർ ഈസ് ബൗണ്ടഡ്. ബട്ട് നമുക്ക് മുകളിൽ നോക്കുക, വാട്ട് ഈസ് എഫ് ഓഫ് എക്സ് എൻ? മോഡ് എഫ് ഓഫ് എക്സ് എൻ, mod f of xn, mod f of xn is greater than n. That is, what about mod f of xnr? Mod f of xnr greater than nr. nr greater than നമുക്കറിയാം 1 2 3 4 etc. r etc. ഇതിൽ നിന്നുള്ള എലമെന്റ്സ് കൊണ്ടാണ് നമ്മൾ n1 n2 ഉണ്ടാകുന്നത്. അപ്പോൾ ആദ്യത്തെ ആള് 1 എടുത്ത n1, രണ്ടാമത്തെ ആള് 2 ആവാം, അല്ലെങ്കിൽ ഇങ്ങോട്ടാവാം 3 ആവാം, ഇതായിരിക്കും n2, ഇതായിരിക്കും n3. അതായത് ഇതിൽ നിന്ന് തന്നെ ടേം വിട്ടാണ് നമ്മൾ സബ് സീക്വൻസ് ഫോം ചെയ്യുന്നത്. അപ്പൊ nr എന്തായാലും ആറോ അതിൽ കൂടുതലോ ആയിരിക്കും. ഒറ്റ ടേം വിടാതെ പോലെ nrഉം r ഉം ഈക്വൽ. കാരണം n1 1 ആവാം, 1-നേക്കാളും കൂടുതലാവാം, n2 2 ആവാം, 2-നേക്കാളും കൂടുതലാവാം, n3 3 ആവാം, 3-നേക്കാൾ. അപ്പൊ nr greater than or equal to r. Now what does it mean? എന്താണ് f of x nr എന്നുള്ള സീക്വൻസ് 1-നേക്കാളും കൂടുതലാണ്, r belongs to n. R belongs to n. Now this means the sequence f of x nr is unbounded. കാരണം സീക്വൻസ് f of x nr ടേമുകൾ mod f of xn1 greater than or equal to 1, mod f of xn2 greater than or equal to 2, mod f of xn3 greater than or equal to 3, mod f of xn100 greater than or equal to 100. So we cannot bound the sequence by any natural number. Therefore sequence f of xnr is unbounded. പക്ഷെ ഇതൊന്നും നമ്മളെ സീക്വൻസ് f of xnr is bounded നമുക്ക് നേരിട്ട് കിട്ടിയിട്ടുണ്ട്. This is a contradiction. കോൺട്രഡിക്ഷൻ കിട്ടിയാല് നമ്മൾ എന്താണോ അസ്യൂം ചെയ്തത് അത് വിഡ്രോ ചെയ്യാണ്. എന്താണ് നമ്മൾ അസ്യൂം ചെയ്തത്? f is not bounded എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തത്. ആ ഇത് നമ്മൾ വിഡ്രോ ചെയ്യും. Therefore f is bounded on, for this f is bounded on I എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. This is the boundedness theorem. Okay.